കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വേദഭാഗം ശബ്ദമുയർത്തി ആർക്കെങ്കിലും വായിക്കാം ദയവായി. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. Romans 12:1-2 says, "Therefore I urge you, brothers and sisters, in the view of God's mercy, to offer your bodies as living sacrifices, holy and pleasing to God. This is your true and proper worship. Do not conform to the patterns of this world. Do not be transformed by the renewing of your mind. Then you will be able to test and approve what God's will is, His good, pleasing and perfect will." അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം ഇന്ന് പകൽക്കാലം വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. ആക്ച്വലി നമ്മൾ ഇന്ന് കൂടി വന്നായ വ്യക്തികൾക്കൊക്കെ മലയാളം നമുക്ക് മനസ്സിലായില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ ആ വിഷയങ്ങൾ ഒന്നുകൂടെ ഈ വിഷയത്തിലൂടെ കയറ്റി ഞാൻ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ആക്ച്വലി ഈ ഒരു മെസ്സേജ് തന്നെയാണ്, ദൈവദാസൻ പറഞ്ഞ അതേ മെസ്സേജ് തന്നെയാണ് ഞാൻ ഇന്ന് പകൽക്കാലം പ്രിപ്പയർഡ് ചെയ്യുവാനിടയത്. പരിശുദ്ധാത്മാവിന്റെ ആ ഒരു കണക്ഷനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for the connection of the Holy Spirit, because I was also preparing a similar message through my message, and Pastor mentioned the same as well. ഇന്ന് പകൽക്കാലം ഞാൻ അല്പനേരം ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, the topic that I'm going to think about today is ദൈവിക ആരാധന, ദൈവിക സ്തുതി എന്നുള്ള വിഷയമാണ്. It's about godly worship and godly praise. ഇത് രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. These two things are different and they're not one. ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെയും ഇത് രണ്ടും രണ്ടാണ്, അത് ദൈവമക്കൾ തിരിച്ചറിയണം. Even though it is connected, they are two separate different things. നമ്മൾ പൊതുവിലായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാകുന്നത് ആരാധന, സ്തുതി എല്ലാം ഒന്നാണെന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. In general, we understand that praise and worship are the same thing. പക്ഷേ വചനം വായിക്കുമ്പോൾ വ്യക്തമായി പറയുന്നു, ആരാധനയും സ്തുതിയും, ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള വിഷയത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന കർത്താവദാസനിൽ കേൾക്കുവാനിടയെത്തുന്നത് ചേർന്ന് തന്നെ സംസാരിക്കുമ്പോൾ തന്നെ ആരാധന എന്ന് പറയുന്നത് രണ്ടാണ്, ആരാധനയും സ്തുതി എന്ന് പറയുന്നത് രണ്ടാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. When we read the word of God, we can understand that praise and worship are two separate things. കർത്താവിന്റെ ദാസൻ പറഞ്ഞൊരു കാര്യം, സ്തോത്രത്തോടെ സമാധാന യാഗം കഴിക്കണമെന്ന് കർത്താവിന്റെ ദാസൻ പറയുവാനിടയായി തീർന്നു. Pastor said that with praise we need to offer peace offerings. Praise the Lord, hallelujah. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അല്ലെങ്കിൽ സ്തോത്രം, ഒരു യാഗത്തെ പറ്റിയാണ് കാണുവാൻ സാധിക്കുന്നത്. പഴയ നിയമവും പുതിയ നിയമത്തിൽ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും ദൈവിക വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ല. Even though there are difference between Old and New Testament, the God's rituals and everything remain the same. Praise the Lord. Praise the Lord. പഴയ നിയമ കാലഘട്ടത്തിൽ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? What is worship in the Old Testament? ആരാധിക്കുമ്പോൾ തന്നെ സ്തോത്രയാഗമായി ചെയ്യണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യണം, സ്തുതിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ പഴയ നിയമത്തിൽ പറയുന്നു. In the Old Testament it says you worship and you praise God. Both things are separate and you need to do it separately as well. ആരാധന എന്ന് പഴയ നിയമത്തിൽ ഉദ്ദേശിക്കുന്നത് യാഗം എന്നുള്ളതാണ്, യാഗം എന്നുള്ളതാണ്. In the Old Testament worship means offering. പക്ഷെ സ്തുതി എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിനു വേണ്ടി ദൈവം ചെയ്ത നന്മകളെ ഓർത്തും ദൈവം മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ചെയ്യുന്നതാണ് സ്തുതി എന്ന് പറയുന്നത്. Praise is what we do, remembering what God has done in our lives and praising God. That's what praise means. ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുകയല്ല, ദൂതന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്.
The angels of the Lord are not worshipping God. They're not offering things to God. ആരാധിക്കുവാൻ ദൈവം മനുഷ്യർക്ക് മാത്രം അവകാശം കൊടുത്ത കാര്യമാണ് ആരാധന എന്ന് പറയുന്നത്. The angels are praising God, but the one thing that God has given us humans authority to do is worshipping Him. ഈ ആരാധനയുടെ ആവശ്യകത എന്തെന്ന് ചോദിച്ചു What കഴിഞ്ഞാൽ, is the need of worshipping God? കർത്താവായ ദൈവം, പിതാവായ ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച സമയത്ത് When God created Adam and Eve, ദൈവവുമായിട്ടുള്ള ഫെല്ലോഷിപ്പ് ആയിരുന്നു, ഒരു കൂട്ടായ്മയായിരുന്നു. there was a fellowship between God, Adam and Eve. അവിടെ ഒരു ആരാധനയുടെ ആവശ്യമില്ലായിരുന്നു. There was no need for worship there. കാരണം പിതാവായ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസമില്ലാതെ ദൈവം സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യനെ തമ്മിൽ. The reason why there's no need for worship is because God has created man and woman, Adam and Eve, equally to Him. എന്നാൽ പാപം മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു വന്ന ശേഷമാണ് ആരാധന ദൈവം അല്ലെങ്കിൽ സ്തോത്ര അപ്പോയിന്റ്മെന്റ് ചെയ്യുവാനിടയായി തീർന്നത്. After sin came into the life of human, that's when God made worship important. കാരണം പിതാവായ ദൈവവും മനുഷ്യനും തമ്മിൽ വേർപെടുവാനിടയായി തീർന്നു. That's when there's a separation between God and human. അതിൽ പരിപൂർണമായി ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ അനുഭവം വരെ ഈ ആരാധന കൊണ്ട് ആവശ്യമുണ്ടെന്ന് ദൈവത്തിന് മനസ്സിലായി. When the fellowship between human and God got separated, that's when God understood that there's need of worship. ആ ഫെല്ലോഷിപ്പ് എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ഫെല്ലോഷിപ്പ് അല്ല. That the fellowship that God and human had then is not the fellowship that we're having right now. കർത്താവ് മനുഷ്യരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. God is going to separate humans. ചിലരെ ദൈവം നരകത്തിലേക്ക് വിടുന്നു, ചിലരെ ദൈവം സ്വർഗത്തിലേക്ക് വിടുകയാണ്. He is going to send some to the hell, some to heaven. അതുവരെ ഈ ആരാധന ആവശ്യമാണ്, കാരണം അവർ മനുഷ്യരായതുകൊണ്ടാണ്, പാപിയായ മനുഷ്യരായതുകൊണ്ടാണ്. Until then, this worship is important because we all are sinful men. പഴയ നിയമത്തിലുള്ള ആരാധനയെ പറ്റി പ്രാരംഭമായി പറയുന്ന വാക്യം എന്ന് പറയുന്നത്, the first words that says about worship in the Old Testament is ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. in Genesis chapter 23 verses 5. 22 verse 5. ആരാധന എന്ന വാക്ക് ഉദ്ദേശിക്കുന്ന ആദ്യമായി പറഞ്ഞ ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യം. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം പറഞ്ഞു. ഇവിടെ ആരാധനയെ പറ്റി വ്യക്തമായിട്ട് ഒരു ആശയം അബ്രഹാം പറയുകയാണ്. We can see a clear picture of what worship is here. എന്താണ് ആരാധന എന്ന് വ്യക്തമായിട്ട് ആ ഒരു അബ്രഹാം പറയുന്ന വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. There's a clear instruction given here. യഥാർത്ഥത്തിൽ ആദ്യമായ ആരാധന നടക്കുന്നത് സ്തോത്രം ഹാബേൽ കയീനും കൂടെ ദൈവസന്നിധിയിൽ ആരാധന കഴിക്കുന്നതാണ് ആദ്യത്തെ ആരാധന എന്ന് പറയുന്നത്. അത് സ്തുതിയല്ല, സ്തുതിക്കുന്ന അനുഭവമല്ല, ദൈവത്തെ ആരാധിക്കുന്ന അനുഭവമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കഴിഞ്ഞ 6-7 ആഴ്ചകളായിട്ട് വ്യക്തമായിട്ട് ഈ സ്തുതിക്ക് ആരാധനയെ പറ്റി വലിയൊരു ആശയം എൻ്റെ മനസ്സിൽ ഒടുക്കുന്നു. അതുകൊണ്ടാണ് പല ലേഖനങ്ങളിലൂടെ പൗലോസ് എന്ന ആലോചനകൾ ഞാൻ സഭയോട് കൈമാറുവാനിടയായി തീർന്നത്. God's been reminding me to tell the same to the people of God today about the difference between worshiping and praise. ആരാധന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാഗം എന്നുള്ളതാണ്. യാഗം, ദൈവസന്നിധി യാഗം കഴിക്കുക എന്നുള്ളതാണ് ആരാധന എന്ന് പറയുന്നത്. What the word worship means is to offer offerings to God. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഒരുപാട് യാഗങ്ങളെ കാണുവാൻ സാധിക്കുന്നു. We can see lots of offerings in the Old Testament. യാഗം എന്ന വാക്കിന് ഈക്വൽ ആയിട്ടാണ് ആരാധന എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. The word offering is just as equal and same as the word worship. ഇവിടെ അബ്രഹാം തന്റെ ബാല്യക്കാരോട് അല്ലെങ്കിൽ തന്റെ കുടുംബത്തോട് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. We see something that Abraham is telling his servants. തന്റെ മകനോടൊപ്പം ചേർന്ന് പോയി യാഗം കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അബ്രഹാം പറയുന്നത്, ഞങ്ങൾ അവിടത്തോളം പോയി ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. He's telling this when he's going up to the mountain to
to sacrifice with his son, and but he's telling here is we will worship and then come back. നമ്മൾ അല്ലെങ്കിൽ സ്തോത്രം പഴയ നിയമത്തിലുള്ള ഓരോ ഭാഗങ്ങൾ, പുറപ്പാട് പുസ്തകം, സംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാരുടെ പുസ്തകം വരെ അതിനു മുൻപുള്ള ഭാഗങ്ങളെ യാഗങ്ങളെ പറ്റി വ്യത്യസ്തമായ ചിന്തകളെ കാണുവാൻ സാധിക്കുന്നു. We can see till Numbers on about different offerings that the people offered. പക്ഷേ ഈ യാഗങ്ങളെല്ലാം ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. The one meaning behind all these offerings are മനുഷ്യൻ പൂർണ്ണരല്ല എന്നുള്ളത് സ്വയമായി തിരിച്ചറിഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. all these offerings had one meaning, and that is that men are not fully complete and they need to come in the presence of God and repent. Praise the Lord. Hallelujah. ഇതാണ് ആരാധന എന്ന് പറയുന്നത്. This is what worship means. ഈ ആരാധന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, Why when if you ask why worship, മനുഷ്യർ പാപികളാണ്, humans are sinful, എപ്പോഴും പാപത്തിന് അടിമയാകാനുള്ള സാധ്യതയുണ്ട്. we are always slave to sin. അതുകൊണ്ട് തന്നെ ആരാധന എന്നുള്ള വാക്കിലൂടെ യാഗം കഴിച്ചു ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാനാണ് പഴയ നിയമത്തിൽ ആരാധന ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. That is why in the Old Testament God has made that people come in the presence of him and repent and tell their sins and offer offerings. Praise the Lord. Hallelujah. പക്ഷേ പഴയ നിയമ കാലഘട്ടത്തിൽ ഈ ആരാധന മുഖാന്തരം, ഈ യാഗം മുഖാന്തരം സംഭവിക്കുന്നത് എന്താണ്? What used to happen because of this offering or worship that ആരാധന കഴിക്കുമ്പോൾ സംഭവിക്കുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയതിനെ, ആ പാപത്തെ മാറ്റി ദൈവത്തോട് നിരപ്രാപിക്കുകയാണ് യാഗമുഖാന്തരം നടക്കുന്നത്. So what happens when people come and offer offerings is that the separation that happened between God and human because of the sin in their life, that separation will get dissolved. അവിടെ സംഭവിക്കുന്ന സ്തുതികളില്ല, മറ്റു പ്രൈസിംഗ് ഒന്നും നടക്കുന്നില്ല. അവിടെ നടക്കുന്നത് പ്യുവറായി ദൈവവുമായി നിരപ്പ് പ്രാപിക്കുന്നു. അതാണ് ആരാധന എന്ന് പറയുന്നത്. What happening there is that you are straightening things out with God. We are worshiping, just straightening things out with God. Praise the Lord. പക്ഷേ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസൻ പറഞ്ഞ ചില കാര്യങ്ങൾ ആരാധനയെക്കാളും സ്തുതിക്കുക എന്നുള്ള വാക്കാണ്. What the pastor told about today is more about praise than worship. Praise the Lord. Praise the Lord. ഇവിടെ നമ്മൾ പഴയ നിയമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവദാസൻ പറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, When we study the words that the pastor mentioned earlier on, ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കണം. we need to praise the Lord with shout. നമ്മൾ സംഗീതത്തോടെ ദൈവത്തെ സ്തുതിക്കണം. We need to praise the Lord with songs. സംഗീത ഉപകരണത്തോടെ ദൈവത്തെ സ്തുതിക്കണം. We need to praise the Lord with instruments. യഹോവ നല്ലവനാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കണം. We need to praise the Lord knowing that he is good. യഹോവയുടെ ദയയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കണം. We need to praise the Lord knowing about his kindness. അവൻ തലമുറയായി നമ്മുടെ സങ്കേതമാകുന്നു എന്നോർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. We need to praise the Lord remembering that he is our refuge generations and generations. പ്രൈസ് ഇന്ന് പകൽക്കാലം ദൈവദാസൻ പറഞ്ഞ ഭാഗങ്ങൾ തന്നെയാണ് ഇന്ന് പകൽക്കാലം എനിക്കും നമ്മോട് സംസാരിക്കുവാനുള്ളത്. This is the same thing that I want to share with you, exactly what the pastor mentioned earlier on. പക്ഷെ ഒരു കാര്യം ഓർക്കണം, We need to remember one thing. പഴയ നിയമ കാലഘട്ടത്തിൽ ഈ ദൈവത്തെ സ്തുതിക്കുന്നതിന് മുൻപേ ജീവിതത്തിൽ നടക്കേണ്ട കാര്യമാണ് ആരാധന എന്ന് പറയുന്നത്. In the Old Testament, what worship or offering is something that needs to happen before you praise the God. സ്തുതിക്കുവാൻ ആർക്കും സ്തുതിക്കാൻ കഴിയും. Anyone can praise the Lord. നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. All of us could sit down here and ഈ praise the Lord. ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുകയും സ്തുതിക്കുകയും അവർ സ്തുതിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ ഓർത്ത് സ്തുതിക്കാൻ കഴിയും. People in the world can also praise the Lord. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സ്തുതി എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്തുതിയല്ല. What the Lord needs and what the Lord wants from us is not that kind of praise. പഴയ നിയമത്തിൽ കർത്താവ് കൊടുത്ത പ്രമാണം എന്ന് പറയുന്നത്, What God gave commandments, what the commandments God gave in the Old Testament are, ദൈവം കൊടുത്ത് കൽപ്പിച്ചാക്കിയിരിക്കുന്ന യാഗം കഴിച്ചു ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ശേഷമാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. in the Old Testament you have to first offer and then straighten things out with God, remove that separation between the God,
and then you need to praise him. അല്ല എന്നുണ്ടെങ്കിൽ ഈ ലോക മനുഷ്യൻ ഈ ലോക ദൈവത്തെ ആരാധിക്കുന്നതും നമ്മെ ദൈവത്തെ ആരാധിക്കും നമ്മൾ ഒരു വ്യത്യാസവുമില്ല. If not, there is no difference between us children of God praising God and the worldly people praising God. ഈ ലോകത്തിലെ ദൈവങ്ങളെ ആരാധിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. There's loads of difference between how we praise our God and how worldly people praise their God. എന്താണ് ആ വ്യത്യാസം എന്ന് പറയാമോ? What the difference is, കർത്താവായ ദൈവം നമ്മുടെ പിതാവായ ദൈവം അവൻ പരിശുദ്ധനായ വിശുദ്ധനായ അതിവിശുദ്ധനായ ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. the Lord that we're worshipping is the purest of them all. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് The നമ്മുടെ ദൈവത്തിന്റെ സ്പെഷ്യാലിറ്റി. qualities and speciality of our God is, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. our God is holy. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. Our God is the holiest. എങ്ങനെ വേണോ നാം സ്തുതിക്കുക എന്ന് പറയുന്നത് അത് ലോക മനുഷ്യരുടെ ദൈവങ്ങളുടെ ആരാധനയാണ്. How we praise the Lord, ലോക ദൈവങ്ങളെ ആരാധിക്കുന്നതിന് തുല്യമാണ്. how we praise the Lord is not something Okay. like we praise the other gods. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യാഗം കഴിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ശേഷം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. What God wants from us and how he wants us to worship is the first we need to straighten out things, we need to repent and repeat our sins in his presence, and then we need to praise him. പഴയ നിയമ കാലഘട്ടത്തിൽ മഹാപുരോഹിതൻ ഒരു വർഷത്തിൽ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തിൽ കയറുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. In the olden days there was a ritual when the high priest used to go to the most holy place. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന മഹാപുരോഹിതന്റെ ഇടുപ്പിൽ ഒരു ചങ്ങല ഇട്ടിരുന്നു, റിംഗ് ഇട്ടിരുന്നു, ഒരു ചങ്ങല അവിടെ ഇട്ടിരുന്നു. There used to be a wire or a chain around his waist, the high priest's waist. ആ ചെയിന്റെ ഒരറ്റം അതിന്റെ പുറത്തായിരിക്കും. ഈ സമാഗമന കൂടാരത്തിൽ കയറുവാൻ വേറെ ആർക്കും പ്രവേശനമില്ലായിരുന്നു. The chain's end used to be at the end of the tabernacle. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് The meaning of it is, ദൈവവുമായിട്ട് യാഗം കഴിച്ച് തനിക്ക് വേണ്ടി ഒരു യാഗം കഴിച്ചിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കുവാൻ. the meaning of it is that the high priest himself needs to offer offerings for himself first and then enter the most holy place. ഇൻ കേസ് അവന്റെ യാഗം യഥാർത്ഥത്തിൽ അല്ലായിരുന്നുവെങ്കിൽ, Just in case if the offering that he offered was not acceptable, മഹാപുരോഹിതൻ പോലും മരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് അതിവിശുദ്ധ സ്ഥലം എന്ന് there പറയുന്നത്. is a chance that even the high priest might die. എന്നാൽ But അങ്ങനെയാണെങ്കിൽ അത്രയും അധികം അതിവിശുദ്ധമായി ചെയ്തു തീർക്കേണ്ടതാണ് യാഗം എന്ന് പറയുന്നത്. offering or worship is something that needs to be done in that much importance. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്തുതിയോടൊപ്പം, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതിനോടൊപ്പം അതിനു മുമ്പേ ദൈവസേനയിൽ ആരാധന കഴിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. In the New Testament, the God wants ourselves to worship, to offer, and then praise him. ഈ ലോകത്തിലുള്ള ദൈവങ്ങൾക്ക് ആരാധിച്ചില്ലേലും കുഴപ്പമില്ല, സ്തുതിച്ചാൽ മാത്രം മതി. The worldly gods in this world don't need humans to worship them. They just need them to praise him. പക്ഷേ നമ്മുടെ ദൈവത്തെ ആരാധന കഴിച്ചിട്ട് വേണം ദൈവത്തെ സ്തുതിക്കുവാൻ. Our God needs ourselves to offer and worship him before we praise him. നമുക്ക് എങ്ങനെ വേണോ ദൈവത്തെ സ്തുതിക്കാം, We can praise him in many different ways. പക്ഷെ കർത്താവ് പ്രസാദിക്കുന്ന ആരാധന എന്ന് പറയുന്നത്, But the type of worship and praise that he pleases in is, കർത്താവ് ആഗ്രഹിക്കുന്ന ആരാധന എന്ന് പറയുന്നത്, the type of worship and praise he desires is, നാം ദൈവസേന യാഗം കഴിച്ചിട്ട് വേണം ദൈവത്തെ ആരാധിക്കുവാൻ. we need to first offer, we need to first repent and then praise him. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നത്, നീതിമാനായ ഒരു മനുഷ്യനുണ്ടോ എന്ന് ദൈവം സ്വർഗ്ഗത്ത് നിന്ന് കുനിഞ്ഞു നോക്കുന്നു. In Psalms it says that God looks down from the heaven to see if there's any righteous men living in the earth.
അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീതിമാനായി ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഈ ദേശത്ത് ഞാൻ നശിപ്പിക്കത്തില്ലായിരുന്നു. The Lord tells Abraham that even if there was one righteous man, I would not have destroyed this ആ land. കാലഘട്ടത്തിൽ അനേകം പേർ ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ടായി, ദൈവത്തെ There മഹത്വപ്പെടുത്തുന്നവരുണ്ടായിരുന്നു. was loads of people who used to praise the Lord at that time. ദൈവത്തെ ഒത്തിരി അല്ലെങ്കിൽ നന്മകൾ There പ്രാപിക്കുന്നവരുണ്ടായിരുന്നു. was loads of people who had so much wealth in the Lord. ദൈവത്തിൽ നിന്ന് പല അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ മേടിച്ചെടുത്തവരുണ്ടായിരുന്നു. Lots of people who got lots of miracles and done lots of wealth from the Lord. പക്ഷെ കർത്താവ് പറയുകയാണ്, നീതിമാനായി ഒരു മനുഷ്യൻ ആ ദേശത്തുണ്ടെങ്കിൽ ഞാൻ ദേശത്തെ നശിപ്പിക്കുവാനിടയായി തീരത്തില്ല. But the Lord is telling, if there was one righteous man, I would not have destroyed that land. യെഹെസ്കേൽ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു, കർത്താവായ ദൈവം പുരോഹിതന്മാരുടെ നോക്കി, പ്രവാചകന്മാരുടെ നോക്കി, ജനത്തിനിടയിൽ നോക്കി, അവിടെ ഇടയിലൊക്കെ നോക്കിയ ശേഷം കർത്താവ് ഒരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. In Ezekiel it says that God looked in between priests looks in between prophets, and prophets in between people, and even then God was looking for that one man who was righteous. എന്തിനാണെന്നറിയാമോ ആ ഒരു മനുഷ്യൻ അന്വേഷിക്കുന്നത്? Do you know why God was looking for that one man? ദൈവത്തെ പൂർണ്ണമായി ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിച്ച് യാഗം കഴിച്ച ശേഷമുള്ള ഒരു സ്തുതിക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവം അന്വേഷിക്കുവാനിടയായി തീർന്നത്. He was searching for that one man who offered offerings first in the right way, in the pleasing way, and then who praised the Lord. കർത്താവ് യെഹെസ്കേലിനോട് പറയുന്നു, ഹല്ലേലൂയ, ഇവരുടെ ഇടയ്ക്ക് പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും ജനത്തിനിടയിലൊക്കെ നോക്കിയിട്ട് അവസാനം പറയുന്നു, എന്റെ മുൻപിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു മനുഷ്യനെ ഞാൻ അന്വേഷിച്ചു, കണ്ടില്ല താനും. In the book of Ezekiel it says, I was looking in between the prophets and people and even priests for a man who worshipped me the right way, but I didn't find one. ആ കാലഘട്ടത്തിലും അനേകം പേർ ദൈവസന്നിധിയിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു, പ്രവചിക്കുന്നവരുണ്ടായിരുന്നു, ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ടായിരുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അവരുടെയും കർത്താവ് ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ എന്റെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ അന്വേഷിക്കുന്നു. Even at that time there were high priests, there was prophets, all who praised and worshipped him, but still God was looking for that one man. He wanted to stand in front of him but couldn't find one. അതേ ഒരു അന്വേഷണം ഈ കാലഘട്ടത്തിലും കർത്താവ് നമ്മുടെ ഇടയിൽ അന്വേഷിക്കുന്നു. Even in this generation now, God is looking for that one man. പുതിയ നിയമത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ആരാധന എന്താണ്? In the New Testament, what is the type of worship that the God desires? അനേകം വ്യർത്ഥമായ ആരാധനകളുണ്ടെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. In the Bible it talks about lots of useless worships. നമുക്കൊന്ന് വായിച്ചു നോക്കാം. മത്തായി സുവിശേഷം 15-ാം അധ്യായം 8-9 വാക്യം നമുക്കൊന്ന് വായിക്കാം. In Matthew chapter 15 verses 8 and 9. These people honor me with their lips, but their hearts are far from me. They worship me in vain. Their teachings are merely human rules. മലയാളത്തിൽ കൂടെ വെയിൻ വർഷിപ്പ് എന്ന വാക്കാണ്. ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. മതി. ഇവിടെയും പറയുന്നൊരു ഭാഗമുണ്ട്. ഇവിടെ പറയുന്നൊരു ഭാഗം എന്ന് പറയുന്നത്, What God talks about here is, അവർ അവരുടെ അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. there are people who honor me or praise me with their lips. അവർ അധരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. They desire to praise the Lord with their lips. പക്ഷെ അവിടെ പറയുന്നു, അധരം കൊണ്ട് അവർ എന്നെ ബഹുമാനിക്കുന്നു, They honor me with their lips, പക്ഷെ ഹൃദയം കൊണ്ട് അവർ അകന്നിരിക്കുന്നു. but by their heart or their hearts are far from me. That's അതിന് the word. കാരണം എന്നറിയാമോ? Do you know what the reason for അവിടെ it is? സ്തുതിക്കുകയും മഹത്വത്തിന് ഒരു കുറവുമില്ല. There's no problem for praising God or praising God and praising his God and man. praising. പക്ഷെ ഒരു കാര്യം ഓർക്കണം. We need to remember one thing. കർത്താവ് അവിടെ പറയുന്നത്, The Lord God says that അവർ വായ് കൊണ്ട്
ദൈവത്തെ സ്തുതിക്കുന്നു, they worship him or they praise him with their lips, ഹൃദയം കൊണ്ട് ദൈവവുമായി അകന്നിരിക്കുന്നു. but they're far away by their heart. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്തുതി എന്ന് പറയുന്നത് What God desires about us and the type of praise God desires about us is ദൈവവുമായിട്ടുള്ള ഹൃദയത്തിനകത്തുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് വേണം ദൈവത്തെ സ്തുതിക്കുവാൻ. we need to first establish a relationship with our heart to God, and then we need to praise him. ആ യേശു കർത്താവ് പറയുന്ന ആ കാലഘട്ടത്തിൽ In the time when Jesus is telling this, അനേകം പേർ യേശുവിൽ നിന്ന് നന്മ പ്രാപിച്ചവരാണ്. there's lots of people who saw goodness from God. അനേകം പേർ യേശുവിൽ നിന്നും രോഗസൗഖ്യം നേടിയവരാണ്. There's loads of people who got healing through Jesus. അനേകം പേർ ദൈവത്തിൽ നിന്ന് പല നന്മകൾ അനുഭവിച്ചവരാണ്. There's loads of people who experienced lots of goodness through Jesus. ആഹാരമില്ലായിരുന്നപ്പോൾ ആഹാരം ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. Jesus gave food when there was no food. ഹല്ലേലൂയ, സ്തോത്രം. പലവിധമാകുന്ന രോഗത്തിലെ അടിമകളെ ദൈവം സൗഖ്യമാക്കുവാനിടയായി തീർന്നു. Jesus healed many sick people. മരിച്ചവരെ ദൈവം ഉയർപ്പിച്ച് കുഞ്ഞുങ്ങളെ പോലും മാതാപിതാക്കൾ കരങ്ങളിൽ ദൈവം കൊടുക്കുവാനിടയായി He തീർന്നു. even raised people from death and kids to their own children. പക്ഷേ ആ സമയത്ത് കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, ഇവർ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നു, ആധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. But even at that time, Lord Jesus is telling that these people honor me with their lips, but their hearts are far from me. കർത്താവ് പറയുന്ന ആ സ്തുതിയെ പറ്റി വ്യർത്ഥമായ ആരാധന, വ്യർത്ഥമായ സ്തുതി എന്നാണ് ഇവിടെ വാക്ക് What ഉപയോഗിച്ചിരിക്കുന്നത്. Jesus tells us is they worship me in vain. Praise the Lord. Praise the കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, What God desires is, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരാണെങ്കിൽ if you are people who praise God, നമ്മുടെ സ്തുതി ദൈവത്തിന് പ്രസാദമായി തീരണമെങ്കിൽ if you need your praise to be pleasing to God, നിങ്ങൾ എങ്ങനെയും സ്തുതിച്ചാൽ പറ്റത്തില്ല. you should not be praising him just Ning- how you want. നിങ്ങൾ ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God desires us to be close with our hearts to him. നമ്മുടെ ഹൃദയവും ദൈവവും തമ്മിൽ അടുപ്പിക്കണമെങ്കിൽ If you need to be close with our hearts to ആ God, അകൽച്ച ഒന്ന് മാറി നമ്മൾ അടുക്കണമെങ്കിൽ if you need to be close to God with our heart, നമ്മളൊരു യാഗം കഴിക്കുവാൻ തയ്യാറായിരിക്കണം. we need to be ready to offer some ജീവിതത്തിൽ sacrifices. ഒരു യാഗം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കണം. We need to be ready to offer some sacrifices in the presence of Lord. ഈ കാലഘട്ടത്തിൽ ഇതേ വചനം ദൈവാത്മാവ് സഭകളോട്, ദേശങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ വ്യർത്ഥമായ സ്തുതികളിൽ നിന്നും തിരിഞ്ഞു വരണം, ഹൃദയം കൊണ്ട് അടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Hallelujah. The Lord God desires us to not worship him in vain, but to worship him with our hearts. ഈ ഒരു കാലഘട്ടം ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ്. This generation of this time is a very different time. എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല, ദൈവവചന കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ ആരാധിച്ചാ മതി, സ്തുതിച്ചാ മതി എന്നൊരു കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. There's so many wrong teachings in this time. Praise the Lord. Hallelujah. It's the most danger ഒരു സോണാണ് ആത്മീക ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. Hallelujah. The holy time or the Christian world is going through a very dangerous time. കാരണം എന്നാണെന്നറിയാമോ? Do you know the reason? ദൈവവചനം പറയുന്നു, അനേകം പേരുടെ ആദ്യ സ്നേഹം വിട്ടുകളയുന്ന ഒരു കാലഘട്ടമാണ് അന്ത്യ കാലഘട്ടം എന്ന് പറയുന്നത്. Hallelujah. The word of God says the end times is when people forget about their first love. Praise the Lord. Hallelujah. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതിന് മുൻപേ So what we need to do before praising God is, ഹൃദയവും ദൈവവും തമ്മിൽ അടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God desires our hearts and him to be together. നിങ്ങളുടെ ഹൃദയവും ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതെ നിങ്ങൾ ആരാധിച്ചിട്ട് ഒരു കാര്യവുമില്ല. There is no use if you worship the Lord if there is no connection between your heart and the Lord himself. ഈ കഴിഞ്ഞ 5 ആഴ്ചകളോളം പഠിക്കുന്നത് ദൈവവചനവുമായി, ദൈവദാസന്റെ വചനങ്ങൾ നമ്മളിങ്ങനെ ദൈവവചനവുമായി നാം കൂറുള്ളവരായിരിക്കണം, ദൈവവചനത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിരിക്കണം. What we've been learning for the past couple weeks is that we need to follow the word of God and we need to be truthful to the word of God. അതുപോലെ മെസ്സേജിലൂടെ കേട്ടതാണ്, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതം നമ്മളായി തീരുവാൻ ആഗ്രഹിക്കുന്നു. And through the messages we've been hearing that we need to follow a life or follow a
follow a way that is centered in Jesus Christ. ഈ രണ്ട് അനുഭവം സഭയ്ക്കകത്ത് അതിൽ ഉയർന്നതിന്റെ ആവശ്യം എന്നാണെന്നറിയാമോ? You know what is the reason these two things are very important in the church? ഇതില്ലാത്ത സ്തുതി എന്ന് പറയുന്നത് അത് ദൈവവചനം പറയുന്നു നിങ്ങളുടെ വ്യർത്ഥമായ സ്തുതിയാണ്. If they are not in our praise, if they are not in a church, that church is praising in vain. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് What God desires about us is ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്നവരായിട്ടല്ല, ഹൃദയം കൊണ്ട് അടുക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. not to be away from God, but to be close to Him. ഇവിടെ ദൈവവചനം പറയുന്നു നിങ്ങൾ അധരം കൊണ്ട്, ഈ ജനം അധരം കൊണ്ട് അവർ എന്നെ ബഹുമാനിക്കുന്നു, പക്ഷേ ഹൃദയം കൊണ്ട് അവർ The അകന്നിരിക്കുന്നു. word of God here says again, these people honor me with their lips, but their hearts are far from me. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയം കൊണ്ട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടോ എന്ന് ദൈവം നോക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, അപ്പാ ഞാൻ അതിന് റെഡിയാണെന്ന് എത്ര പേർക്ക് പറയുവാൻ How കഴിയും? many of you can say today that I am close to you, God? My hearts are not far from you, but close to you, God. നമുക്ക് എല്ലാവർക്കും സ്തുതിക്കാൻ കഴിയും, We can all praise God. നമുക്ക് എങ്ങനെയാണ് ആർപ്പിടാൻ കഴിയും, We can all shout. നമുക്ക് എങ്ങനെ വേണോ ദൈവത്തെ സേവിക്കുവാൻ കഴിയും, However we want, we can worship Him. നമുക്ക് എത്രത്തോളം സാമ്പത്തികമുണ്ടോ അത്രത്തോളം സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ How കഴിയും. much ever money we have, we can use those monies to buy instrument and praise Him with those instruments. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നാം സ്തുതിക്കുവാനൊക്കെ നമുക്ക് കഴിയും. We can remember about the things that God has done in our life and praise Him. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. These are all needed in our life. പക്ഷേ ഇതെല്ലാം ദൈവത്തിന് പ്രസാദകരമായിരിക്കണമെങ്കിൽ ആദ്യമായി നിന്റെ ഹൃദയം കൊണ്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. If these all needs to be true, and if God needs to be if God has to be pleasing with all that you're doing, then first you need to be close to God, and first you need to straighten things out with God. ഇതിനകത്ത് അത് യേശു കർത്താവ് എന്താണ് പറഞ്ഞ് നമുക്ക് ചില വേദഭാഗങ്ങൾ വായിക്കുവാൻ ഞാൻ Let's read a few ആഗ്രഹിക്കുന്നു. words about Jesus Christ and what Jesus has said about യോഹന്നാന്റെ himself. സുവിശേഷം 4:20. John chapter 4 verse 20 please. യോഹന്നാന്റെ സുവിശേഷം 4:20. പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അത് ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. നിങ്ങൾ ആരാധിക്കുന്നത് ഈ മലയിലുമല്ല ആ മലയിലുമല്ല എന്ന് പറയുന്ന ഒരു നാഴിക വരുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. It says here that there will be a time comes when it says you will worship the Father neither on this mountain nor in Jerusalem. ഇവിടെ യേശു കർത്താവ് വ്യക്തമായി ഇതിനെ തിരുത്തി പറയുന്ന ഒരു ഭാഗമാണ് കാണുവാൻ സാധിക്കുന്നത്. It tells here something is being changed. യഹൂദന്മാർ ദൈവത്തെ ആരാധിക്കുന്നത് യെരൂശലേം ദേവാലയത്തിനകത്ത് വന്നായിരുന്നു. The Jews used to come into the temple in Jerusalem and then worship God. അതുപോലെ തന്നെ ചില മലകളിൽ പോയി അവർ ആരാധിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. There used to be a situation when they used to go to certain mountains and worship the Lord. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് What their belief was, ആ ചർച്ചിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ദൈവസഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടെന്നുള്ള ചിന്തയിലാണ് അവർ ആരാധിക്കുന്നത്. they believed that there's God's presence in that temple. ശരിക്കും അത് പറഞ്ഞാൽ അത് ശരിയാണ്. At that time it was true. കാരണം എന്ന് പറഞ്ഞാൽ ശലോമോന് കൊടുത്ത ദൈവത്തിന്റെ ഒരു പ്രമാണം ഉണ്ടായിരുന്നു. There is a prophecy that God told to Solomon. ശലോമോൻ യെരൂശലേം ദേവാലയം സ്ഥാപിച്ചപ്പോൾ When Solomon built the temple of Jerusalem, പിതാവായ ദൈവം തമ്പുരാൻ ശലോമോനോട് പറഞ്ഞ ഒരു പ്രോമിസ് ആയിരുന്നു. there was a promise that God Almighty gave to Solomon. ഈ യെരൂശലേമിന്റെ കിളിവാതിൽ കൂടെ ഏതു വ്യക്തി ഈ യെരൂശലേം മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചാലും ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും. That whoever looks at the temple of Jerusalem and prays, I will listen to their prayer. That was the promise that God gave to Solomon. ആ ദൈവസാന്നിധ്യം യെരൂശലേം ദേവാലയത്തിനകത്തും ഉണ്ടായിരുന്നു. That God's presence was even inside
Jerusalem. പക്ഷേ യേശു കർത്താവ് ഇവിടെ അതിനെ ഒന്ന് തിരുത്തി പറയുകയാണ്. But Jesus Christ is changing that a little bit. ദൈവ സാന്നിധ്യം യെരൂശലേം ദേവാലയത്തിലും മറ്റു മലകളിലൊക്കെ ഇറങ്ങുവാനിടയായി തീരും. Even though the presence of God is in the temple of Jerusalem and certain mountains, പക്ഷേ നിങ്ങൾ ആരാധിക്കേണ്ടത് അതിനേക്കാളും ആ സാന്നിധ്യം നിന്റെ ഹൃദയത്തിനകത്ത് ഇറങ്ങുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. what God desires here, that not to worship just the presence in the presence at those places, but also to remember that presence is important even in your heart. പഴയ നിയമ കാലഘട്ടത്തിൽ ചില മലകളിലോ പ്രത്യേകമായ ആരാധന ഇടങ്ങളിലോ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങുമായിരുന്നു. At the olden times, in certain mountains, in certain places, the God's presence used to come down there. പക്ഷേ പുതിയ നിയമത്തിൽ ദൈവവചനം വന്നു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. Hallelujah. But in the New Testament it says even 1 or 2 people who come into the presence of God in my name, the presence of God will be there. ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ വിളിച്ചു വേദിരിക്കപ്പെട്ടവരുടെ കൂട്ടമായ സഭയ്ക്കകത്ത് വരുമെങ്കിൽ നിശ്ചയമായി ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാനിടയായി If you തീരും. are ready to come to a congregation with holy people, then definitely you'll be able to experience the presence of God. പക്ഷേ ആ കൂട്ടായ്മ കൊണ്ട് മാത്രമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, ആ കൂട്ടായ്മയ്ക്കകത്തിറങ്ങുന്ന ദൈവ സാന്നിധ്യം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇറങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God just does not desire you to experience the presence in the fellowship, but also to experience that presence of God, that love of God, even in your heart. നീ ഏതു താഴ്വരയ്ക്കകത്തിരുന്ന് ദൈവത്തോട് നിലവിളിച്ചാലും ദൈവ സാന്നിധ്യം നിന്റെ ഇടയിൽ ഇറങ്ങി വരുവാനിടയായി തീരും. Even if you worship the Lord or praise God, even at the deepest valley, His presence will be there with you. ഇത് ഇന്ന സ്ഥലമെന്നില്ല. നീ ഐസിക്കകത്ത് ദൈവത്തോട് നിലവിളിച്ചാലും, നിന്നെ ആരും ഒറ്റപ്പെടുത്തി ഒറ്റ റൂമിനകത്തിരുന്ന് ദൈവത്തോട് നിലവിളിച്ചാലും, കരഞ്ഞ് നിലവിളിച്ച് എല്ലാവരും മാറ്റപ്പെട്ട നിമിഷമായാലും നീ ദൈവത്തെ നിലവിളിച്ചാൽ ദൈവ സാന്നിധ്യം നീ അനുഭവിച്ചറിയുവാനിടയായി തീരും. There is no certain place for the presence of God. Even if you're in a hospital, even if you're in a room alone, the presence of the Lord will come down to you if you're praying. ദൈവത്തെ നീ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞു ദൈവത്തെ നിലവിളിച്ചാൽ നിശ്ചയമായി നിന്റെ സാഹചര്യത്തിനകത്തിറങ്ങി വന്ന് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. If you know the Lord the right way to know the Lord, and pray the Lord the right way and in the pleasing way, the Lord will work miracles even in any situation. ആ സിറ്റുവേഷൻ, ആ സാഹചര്യത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ തന്നെ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവിടം കൊണ്ട് ഒതുങ്ങുവാനല്ല, ആ ദൈവ സാന്നിധ്യം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ റിക്കവർ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. That presence or the presence that you're feeling in that room or in that situation, it's not just for you to feel at that situation, but also to feel it and keep it in your heart throughout. നിങ്ങൾ ആരാധിക്കുന്ന പരിശുദ്ധമായ ഒരു ആലയമാണെങ്കിൽ, അവിടെ വിളിച്ചു വേദിരിക്കപ്പെട്ട കൂട്ടമാണെങ്കിൽ അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. പക്ഷേ ദൈവം താങ്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായി ഹൃദയവും ദൈവവും തമ്മിൽ നിരപ്പ് പ്രാപിച്ചിട്ട് വേണം ദൈവത്തെ സ്തുതിക്കുവാൻ. What God desires from each one of us is to have a personal relationship with Him, to straighten things out personally with God. ആമേൻ. Hallelujah. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയാൻ പറ്റും, അപ്പാ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്തുതി എൻ്റെ നാവിൽ നിന്ന് വരുവാൻ ആഗ്രഹിക്കുന്നു? How many of you can say that, Lord, I desire that from my mouth, I desire that the type of praise that you find pleasing will come out, Lord. യേശു കർത്താവ് അവിടെ പറഞ്ഞ് ആ മലകളിലും ഈ മലകളിലും അല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ ആരാധിക്കണമെന്ന് 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു. It says in 23 about how we should be praising. ഒന്ന് വായിച്ചു നോക്കാമോ? സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. Yet a time is coming and has യഥാർത്ഥത്തിൽ സത്യ നമസ്കാരികൾ, സത്യത്തിൽ ആരാധിക്കുന്നവർ, the people who worship the Lord in the right way, സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. they will worship the Lord in truth and spirit. അവർ സത്യത്തിലും ആത്മാവിലും സ്തുതിക്കുവാനിടയായി തീരും. They will praise the Lord in truth and spirit. ഇത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ദൈവത്തിന്റെ കൽപ്പനയാണ്. This is a commandment that is very important.
നമ്മൾ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരാണെങ്കിലും ഈ കൽപ്പന നാം മറന്നു പോകുന്നു. Even though we are people who praise him, we forget about this യേശു commandment. കർത്താവ് തന്നെ ഉറപ്പിച്ചു പറയുന്നു, സത്യനമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ സ്തുതിക്കുവാനിടയായി The തീരും. Lord Jesus is strengthening this commandment again and telling that the God is spirit and his worshippers must worship him in the spirit and in truth. സത്യം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടണം. The truth needs to be evident in our body, ആത്മാവിൽ വെളിപ്പെടേണ്ട ദൈവ സാന്നിധ്യമായിരിക്കണം. and in spirit what needs to be evident is the presence of God. Praise the Lord. കഴിഞ്ഞ 4-5 ആഴ്ചകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗമുണ്ട്. What we've been learning for a couple of weeks പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ട ഒരു ആയുധമാണ് സത്യം എന്ന് പറയുന്നത്. that truth is a weapon that helps us to stand against the Satan. അതിനെ ഉറപ്പിച്ച് യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സത്യത്തോടും ആത്മാവിലും ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. And strengthening the same, the God Jesus Christ is telling that if you wish to worship, his worshippers must worship him in spirit and truth. നമ്മുടെ ശരീരത്തെ സത്യത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തിനു മുമ്പിൽ സമർപ്പണത്തോടെ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ ആത്മാവിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുവാനിടയായി തീരും. Hallelujah. We need to let our body go to truth, and then at that time our spirit will be the same as the presence of God. Praise the Lord. Hallelujah. നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് സത്യത്തിലേക്ക് വിട്ടുകൊടുക്കേണ്ടത്? How can we let our body to truth? റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ When we read Romans chapter 6, പൗലോസ് അപ്പോസ്തലൻ Paul the apostle, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം എങ്ങനെയാണ് നാം സത്യത്തോടെ ദൈവസന്നിധി ജീവിക്കേണ്ടത് വ്യക്തമായി പറയുന്നു. ആരാധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ശരീരം യാഗത്തിനു വേണ്ടി സമർപ്പണമായി റെഡിയാവുന്നെന്ന് കാണുവാൻ സാധിക്കുന്നു. he talks about how we can live in truth. 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. നമുക്കൊന്ന് വായിച്ചു നോക്കാം. In Romans chapter 6 verse 6 it says, for we 2 വാക്യം മലയാളത്തിൽ വായിക്കാമോ ദയവായിട്ട്? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. ഒന്ന്, സത്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ ക്വാളിറ്റി എന്ന് പറയും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആഗ്രഹം. ഒന്ന്, പാപത്തിൽ നിന്നും എന്ത് ചെയ്യണം? അടിമപ്പെടാതെ വണ്ണം. അടിമപ്പെടരുത്. ഇംഗ്ലീഷിൽ പറഞ്ഞു. പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. മതി. 2-ാമത്തെ ഭാഗം പറയുന്നത് പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു. Hallelujah. 2 ഭാഗമാണ് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഒന്ന്, In Romans chapter 6 verse 6 it says, for we know that our old self was crucified with him, so that the body ruled by sin might be done away with it, that we should no longer be slave to sin, because anyone who has died has been set free from sin. അതിന്റെ 12-ാമത്തെ വാക്യം കൂടി വായിച്ചു നോക്കാമോ? When we read verse 12 as well, ആകയാൽ പാപം നിങ്ങളുടെ മർത്ത ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. therefore do not let sin reign in your mortal body, so that you obey its evil desires. 13-ാമത്തെ വാക്യം കൂടി വായിച്ചേ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. And in verse 13 it says, do not offer any part of yourself to sin as an instrument of wickedness, but rather offer yourself to God as those who have been brought from dead to life, and offer every part of yourself to him as an instrument of righteousness. ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ട ചില ക്വാളിറ്റീസ് ആണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. It talks about certain qualities that needs to be evident in our life if we നിങ്ങൾ wish to worship God. നിങ്ങൾ പാപത്തിൽ അടിമയാകരുത്. It says you should no longer be slave to sin. നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം, റിമൂവ് ചെയ്ത് കളയണം. You need to remove the old person from you. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുന്ന മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പാടില്ല. We should not be living just like what our heart says us to. നമ്മുടെ ശരീരത്തിന്റെ പാർട്സ്, നമ്മുടെ ശരീര അവയവങ്ങൾ ദൈവത്തോട് നാം ക്രൂശിക്കപ്പെട്ടവരായിരിക്കണം. We need to offer every part of ourselves as an instrument to him.
അവനോടുകൂടെ നാം ക്രൂശിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God desires that we need to be crucified just like how he was. ഈ വേദഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ When we read every part of this, നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, what we can understand here is, യേശു കർത്താവ് നിങ്ങൾ സത്യത്തിൽ ആരാധിക്കണം എന്ന് പറയുമ്പോൾ when God says that we need to worship him in truth, പൗലോസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്, Paul the apostle is explaining it and telling, നിങ്ങൾ ദൈവവുമായി പൂർണ്ണ നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിൽ സത്യത്തോടെ ആരാധിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Paul is telling and strengthening what Jesus told and is saying that we need to first straighten things out with him, repent in his presence, and then praise him, God, with truth. അങ്ങനെ ആരാധന കഴിച്ച് ജീവിതത്തെ വിശുദ്ധീകരിച്ച് ദൈവവുമായി സമർപ്പണം ചെയ്ത് അതിനുശേഷമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യേണ്ടത്. And in the same way, once we have purified ourselves, once we have straightened things out with God, after that we need to praise him. Praise the Lord. Praise the Lord. ദൈവവചനം പുതിയ നിയമവും പഴയ നിയമവും ഒരുപോലെ പറയുന്നു, ദൈവത്തെ സ്തുതിക്കണം. The word of God says similarly in New Testament and Old Testament that we need to praise him. ഇന്ന് പകൽക്കാലം ദൈവദാസനിലൂടെ കേട്ട വചനവും ദൈവത്തെ സ്തുതിക്കണം. And in the morning we heard from a pastor as well that we need to praise him. നമ്മൾ ഇന്ന് ലോകത്തിൽ നോക്കിയാൽ എല്ലാ സഭകളിലും പറയുന്നു ദൈവത്തെ സ്തുതിക്കണം. Every church you go to might tell the same, we need to praise him. പക്ഷേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ സ്തുതിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് ഹൃദയം കൊണ്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് അവനോടൊപ്പം ക്രൂശിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Hallelujah. What God desires from us is that we need to first straighten things out with him. We need to remove our old self from us and then praise the Lord. ഒരുപക്ഷേ നീ ആത്മാവിൽ ആരാധിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം. Even sometimes you might be telling that you are worshiping him. ഒരുപക്ഷേ താങ്കൾ ആത്മാവിൽ അന്യഭാഷയിൽ ദൈവത്തോട് ആരാധിക്കുന്നു എന്ന് പറയുന്ന അനുഭവം You ഉണ്ടായിരിക്കാം. might be worshiping him in spirit, in tongues. ജീവിതത്തിന്റെ പല മേഖലകളിൽ കരങ്ങളടിച്ച് ആത്മാവിൽ സ്തുതിക്കുന്നവരായിരിക്കാം. You might be worshiping him with praise and clapping our hands and in tongues. അതിനുമുമ്പേ പരിശുദ്ധാത്മാവ് താങ്കളോട് ചോദിക്കുക, താങ്കളുടെ പ്രാർത്ഥന, താങ്കളുടെ ആരാധന, താങ്കളുടെ സ്തുതി മഹത്വം പ്രസാദപൂർണമായി നിൽക്കുന്ന അനുഭവത്തിൽ നിന്നാണോ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? The God is looking down at you and asking you that is your worship, is your praise, is the clapping your hands and speaking in tongues pleasing to God? ദൈവത്തെ സ്തുതിക്കുന്ന എങ്ങനെ വേണം ദൈവത്തെ സ്തുതിക്കാം? We can worship him in many different ways. അതിലാണ് ഇന്ന് പകൽക്കാൻ ദൈവദാസൻ ഏകദേശം 7 കൂട്ടം കാര്യങ്ങൾ പറയുവാനിടയായി And the തീർന്നു. pastor mentioned 7 different ways to praise him. നമുക്ക് ഒത്തിരി ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. We can praise him by shouting. നമുക്ക് എങ്ങനെ വേണോ ദൈവത്തെ ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാം. We can praise him by dancing in his presence. അതുപോലെ സംഗീതത്തോടെ ദൈവത്തെ സ്തുതിക്കാം. We can praise him with songs. സംഗീത ഉപകരണങ്ങളോടെ ദൈവത്തെ സ്തുതിക്കാം. We can praise him with instruments. യഹോവ നല്ലവനെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കാം. We can praise him knowing that the God is അവൻ good. തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കാം. We can praise him knowing that he is the refuge. He is my refuge for generations and generations. പക്ഷേ ദൈവം ആ സ്തുതിയിൽ പ്രസാദമാണോ എന്ന് ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു ആലോചന നിങ്ങളുടെ സഭയോട് കൈമാറുന്നു. But the Holy Spirit is asking and telling the Church of God to first question, first to purify yourself and ask yourself, is it pleasing to God? ഈ ലോകത്തിൽ അനേകം പേർ ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. There's loads of people who praise the Lord. കർത്താവ് ചോദിക്കുന്ന നിന്റെ ആരാധന ഞാൻ പ്രസാദിക്കുന്നുണ്ടോ? But the Lord is asking, am I pleased with your ഒരിക്കലും worship? യേശു കർത്താവ് പുരുഷാരത്തിനിടയിൽ കൂടെ അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ Once when Jesus was going through the crowd, ഒത്തിരി പേര് അവരെ സ്പർശിക്കുന്നുണ്ടായിരുന്നു. loads of people were touching him. പക്ഷേ കർത്താവ് അവരുടെ ചോദിക്കുന്നു, എന്നെ തൊട്ടത് ആരാണ്? In the middle, when he experienced a different spirit, ശിഷ്യന്മാർ നോക്കുമ്പോൾ ഒത്തിരി പേർ അവനെ തൊടുന്നുണ്ട്. he turned and asked, who touched me? The disciples looked around and saw lots of people touching him. നീയാണ് മശിഹ എന്ന് അനേകം പേർ ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട്. Lots of people are praising him. ഒരുപാട് പേർ അവന്റെ അനുഗ്രഹത്തിനു വേണ്ടി, നന്മയ്ക്കു വേണ്ടി, രോഗസൗഖ്യത്തിന് ഒരുപാട് പേർ തൊടുന്നവരുണ്ടായിരുന്നു. Loads of people were touching him, praising him, looking at him and asking him to
to heal them. പക്ഷെ കർത്താവ് അവരുടെ ചോദിക്കുന്നു, എന്നെ സ്പെഷ്യലായി എന്റെ മഹത്വം ഇറങ്ങിയ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി ആരാണെന്ന് ചോദിക്കുവാനിടയായി തീർന്നു. Hallelujah. But the Lord Jesus turned around and asked, who is that one person who touched me, who I felt my power or spirit leaving me? ഈ കാലഘട്ടത്തിലും സത്യത്തോടെ ദൈവത്തിനു വേണ്ടി നിന്ന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് ദൈവ സാന്നിധ്യം ഇറങ്ങി ഹൃദയവുമായി നിരപ്പ് പ്രാപിച്ച ഒരു വ്യക്തി അവരുടെ സ്പർശനം യഹോവ അറിയുക തന്നെ ചെയ്യും. If that one person who is righteous, who worships him the right way, who praises him the right way, after straightening things out with him, he praises him, that one person, he will experience that touch. ഇന്ന് പകൽക്കാലം നമ്മോട് തന്നെ ചോദിക്കാം, കർത്താവേ, ഞാൻ എൻ്റെ യേശുവിനെ അറിയുമ്പോൾ, ഞാൻ എൻ്റെ യേശുവിനെ ആരാധിക്കുമ്പോൾ, ഞാൻ എൻ്റെ യേശുവിനെ സ്തുതിക്കുമ്പോൾ, അപ്പാ നീ എന്നെ അറിയുന്നുണ്ട്. എത്ര പേർക്ക് അതേ ചിന്തിക്കുവാൻ കഴിയും? Hallelujah. Can you ask God, Lord, when I'm praising him, when I'm worshiping you, Lord, are you known to me, or am I known to you? അവിടെയും യേശു കർത്താവ് നന്മകൾ പ്രാപിച്ച ഒരുപാട് പേർ ഉള്ളതുപോലെ ഈ കാലഘട്ടത്തിലും അങ്ങനെ ഒരുവരായി നീ തീരാനാണെങ്കിൽ ഒരുപക്ഷേ നിന്റെ ദൈവത്തിന്റെ പ്രസാദം നീ അനുഭവിക്കുവാനിടയായി തീരത്തില്ല. Just like in that crowd, there was loads of people experiencing the presence of God. Even now, there's loads of people experiencing the presence of God in the congregation. But are you that one person who experienced that special touch? താങ്കളായിരിക്കുന്ന സഭയിൽ അനേകം പേർ ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ടായിരിക്കും. In the church you're at, there's loads of people. There might be loads of people praising him. അനേകം പേർ കൈരങ്ങൾ അടിച്ച് വിവിധമായ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് പലവിധമായ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടായിരിക്കും. There might be people who play different instruments and worship him in different ways. അവരുടെ ഇടയിൽ നമുക്കൊന്ന് ദൈവത്തോട് ചോദിക്കാൻ പറ്റും, അപ്പാ എൻ്റെ ആരാധന അങ്ങേക്ക് പ്രസാദമാണോ? എത്ര പേർക്ക് ദൈവത്തോട് ചോദിക്കുവാൻ കഴിയും? In the midst of those people, can you ask God that God is my worship pleasing to you? അങ്ങനെയുള്ളവരുടെ ആരാധനയിടയിൽ In the middle of those worships, ആ ആരാധന കഴിച്ച ദൈവസേന ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, if you are one of those persons who worship him the right way, ചിലപ്പോൾ കരങ്ങൾ പോലും അടിക്കുവാൻ കഴിയാതെ നീ ക്ഷീണിതാവസ്ഥയിരുന്ന് ഒരു ശബ്ദം പോലും പുറത്തു വരുവാൻ കഴിയില്ല എങ്കിലും നിന്റെ ഹൃദയത്തിനകത്തുള്ള സ്തുതിയെ അംഗീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. even if you keep quiet, even if you're tired to say a word, even if you're very, very weary and tired, that praise from your heart is what worship is. പുതിയ നിയമത്തിൽ ഒരു വേദഭാഗം നമുക്ക് വായിക്കുവാനിടയായി തീർന്നു. When we read a verse from the New Testament, അപ്പോസ്തലപ്രവൃത്തി 16-25 വാക്യം കൂടെ നമുക്ക് വായിച്ച് പെട്ടെന്ന് ഈ വിഷയത്തെ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. we read a verse from Acts chapter 16 verse. നമ്മളത് വായിക്കേണ്ട നമുക്ക് സാഹചര്യങ്ങളെല്ലാം അറിയാം. We know what happens there. അന്ന് ആ സമയത്ത് At that time there, പൗലോസും ശീലാസും ബന്ധിക്കപ്പെട്ടവരാണ്. Paul and Silas was in the prison. രണ്ട് കൈകളും രണ്ട് കാലുകളും അതേ കെട്ടപ്പെട്ടവരായി നിൽക്കുകയാണ്. Both their hands and legs were tied up. ഒരു ശബ്ദമുയർത്തി പോലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്ത വിധത്തിൽ അടികളേറ്റ് മുറിവുകളേറ്റ് വളരെ പ്രയാസത്തോടെ ആയിരിക്കുകയാണ്. They were injured by the beatings and punishments that they got from early on. ചരിത്രം ഇങ്ങനെയാണ് ആ ഒരു കാരാഗ്രഹത്തെ പറ്റി പറയുന്നത്. What the history tells about the prison is, പൗലോസ് കിടന്ന കാരാഗ്രഹം എന്ന് പറയുന്ന ഒരു വലിയൊരു പാറ വച്ചിട്ടുണ്ട്, അതിൽ കമന്നു വേണം കിടക്കാൻ. the history tells that there's a big rock and you need to lie over the rock. That's the prison that they were in. എഴുന്നേൽക്കാൻ പോലും പറ്റത്തില്ല, മേളിൽ തട്ടുവാനിടയായി തീരും. You can't even get up properly because your head will hit the top roof. രണ്ട് കാലും രണ്ട് കൈകളും ബന്ധിക്കപ്പെട്ടവരാണ്. Both their hands and legs were tied up. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. But the word of the Lord says here, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ഹൃദയംഗമായി ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിക്കുവാനിടയായി about തീർന്നു. midnight, Paul and Silas were praying and singing hymns
to God. അവിടെ ആർപ്പോടെ സ്തുതിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. At that time where there's no opportunity for them to sing. ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചൊന്നും വായിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം. At time when they could not use their instruments to play. ഒരുപാട് സഭകൾ സ്ഥാപിക്കപ്പെട്ടതാണ് പൗലോസ് എന്ന് പറയുന്നത്. Paul established a lot of churches in the world. അനേകം വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവരാണ്. He brought lots of believers to the Lord. അവർ ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ തുടങ്ങിയാൽ ഒത്തിരി ജനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. At that time, if they together start worshipping, lots of people will follow him. പക്ഷേ ഇവിടെ ഒറ്റപ്പെട്ടത് മാത്രമല്ല, സാഹചര്യം എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും But at this time, he's not only just lonely and alone, but all his situations are against him. ഹൃദയംഗമായി ദൈവത്തെ സ്തുതിക്കുവാൻ അവർ ആരംഭിക്കുവാനിടയായി തീർന്നു. When he started to worship him with all his heart, ആ ഹൃദയംഗമായി ആരംഭിച്ചതായ ആ ഒരു സ്തുതിയെ സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കുവാനിടയായി തീർന്നു. and God Lord accepted, and he was pleased with that heartful worship. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ മൂടി നമുക്ക് എല്ലാം സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. Can we all get up in the presence of God and close our eyes? പൂർണ്ണമായി ഹൃദയവുമായി ദൈവവുമായി നിരപ്പ് പ്രാപിച്ച പൗലോസും ശീലാസും Hallelujah. With Paul and Silas, who had straightened things out with God. ദൈവവുമായി പൂർണ്ണ വിശുദ്ധി പ്രാപിച്ച പൗലോസും ശീലാസും God, Paul and Silas, who were completely holy in the presence of God. യാതൊരു സാധ്യതയുമില്ലാത്ത സമയത്ത് At that situation where there's no opportunities for them, ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായപ്പോൾ they were ready to praise him. ദൈവവചനം വ്യക്തമായി പറയുന്നു, അവരുടെ കാരാഗ്രഹത്തിന്റെ അവരെ ഒതുക്കി വച്ചിരുന്ന, അവരെ ബന്ധിക്ക വച്ചിരുന്ന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ദൈവം കുലുക്കുവാനിടയായി തീർന്നു. The word of the Lord says that the foundation of that prison that kept them binded, അവനെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങളെ ദൈവം പൊട്ടിക്കുവാനിടയായി the തീർന്നു. Lord broke whatever that was binding them. ലോകപരമായി നീ ഒരിക്കലും ഉയരരുത്, മുന്നോട്ട് പോരുത്, ചാടരുത് പറഞ്ഞ് ഒതുക്കി വച്ച് ബന്ധിച്ചിരുന്ന ബന്ധനത്തെ ദൈവം തമ്പുരാനോടെ പൊട്ടിക്കുവാനിടയായി തീർന്നു. The worldly chains that's been chained and binding you, the Lord broke those. Praise the Lord. Hallelujah. അവരെ അടച്ചു വച്ചിരുന്ന, പുറത്തോട്ട് വരാതിരിക്കാൻ കണക്കായി വച്ചിരുന്ന വാതിലുകളെ ദൈവം തുറക്കുവാനിടയായി The തീർന്നു. Lord opened the doors that stopped them from going out. അതുമാത്രമല്ല, ആരാണോ എതിരായി നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത്, യജമാനന്മാരെ ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്തു ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവർ യേശുവിനെ അറിയുവാനിടയായി തീർന്നു. The prison master went inside and asked them, Lord, masters, what do I need to do to know the Lord? അവർ കുടുംബമായി അവർ യേശുവിനെ അറിയുവാനിടയായി തീർന്നു. Prison master as a family. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് ചോദിക്കുന്നത് തന്നെയാണ്. In the morning today, the Lord is asking the same thing. ഹൃദയംഗമായി ദൈവം യേശു കർത്താവ് പറയുന്നത് പോലെ അവർ ഹൃദയം കൊണ്ട് അകന്നിരിക്കുമ്പോൾ തന്നെ വായ് കൊണ്ട് അവർ ബഹുമാനിക്കുന്നവരാണ് പലരും. The word of the Lord says they worship me with their mouth, but their hearts are far away from me. ഇന്ന് പകൽക്കാലം നമുക്ക് പറയാൻ പറ്റും, അപ്പാ അങ്ങനെ ഒരു ആരാധന, അങ്ങനെ ഒരു സ്തുതി മഹത്വം എനിക്ക് വേണ്ട കർത്താവേ. Lord God, I don't need a type of worship that with my heart away from you. നിശ്ചയമായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ സ്തുതിയുടെ ഇടയിൽ വെളിപ്പെടുവാനിടയായി Lord, I തീരും. need the type of worship that brings me close to you, with my heart close to you. നമ്മുടെ സ്തുതിയും ആരാധനയും കർത്താവ് പ്രസാദിക്കുവാനിടയായി തീരും. God will be pleased in our praise and worship. നമ്മളായിരിക്കുന്ന സാഹചര്യം എത്ര വ്യക്തികളുണ്ട് ദൈവത്തിന് വിഷയമല്ല. It does not matter to God how many people are around you. നിന്റെ സാഹചര്യം അത് വിഷയമല്ല. It does not matter to God about your situation. താങ്കളുടെ സാമ്പത്തികം അത് വിഷയമല്ല. Your wealth does not matter to him. നിന്റെ രോഗം വിഷയമല്ല. Your health or your sickness does not matter to him. രക്ഷപ്പെടത്തില്ല എന്ന് പറയുന്ന സാഹചര്യം അത് വിഷയമല്ല. Your situation where there's no openings to you will not matter to God. ദൈവാത്മാവ് ഇറങ്ങിയാൽ അതിനേൽക്കെ ദൈവം നിശ്ചയമായി വിടുവിക്കുവാനിടയായി തീരും. When the presence of God comes down, all the problems will ഇന്ന് പകൽക്കാൻ നമ്മെ തന്നെ സമർപ്പിച്ച് പറയും, കർത്താവേ ദൈവത്തിന് പ്രസാദമുള്ള റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം വായിച്ചതുപോലെ, സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സിൽ നിങ്ങൾ പ്രബോധി, നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവന വിശുദ്ധിയുമായി നന്മയും പൂർണ്ണ പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ
നമ്മെ തന്നെ സമർപ്പിച്ച് കർത്താവേ എന്നെ ഞാൻ എത്ര പേർക്ക് പറയുവാൻ കഴിയും? How many of you can submit yourselves to the Lord? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങേക്ക് പ്രസാദമാണോ ഞാൻ? എൻ്റെ ജീവിതം പ്രസാദമാണോ? എൻ്റെ ശരീരം പ്രസാദമാണോ? എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും അരുതാത്ത വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് നിരപ്പ് പ്രാപിക്കുവാൻ, ഹൃദയംഗമായി നിരപ്പ് പ്രാപിക്കുവാൻ കർത്താവേ എന്നെ തന്നെ എത്ര പേർക്ക് പറയുവാൻ കഴിയും? Hallelujah. Let's all pray in His presence and ask for forgiveness and ask Him, Lord, is my worship pleasing to you? Is my body pleasing to you? Is my heart pleasing to you? Is my heart close to you, O Lord? Hallelujah. താങ്കളായിരിക്കുന്ന സാഹചര്യത്തെ ഓർത്തുകൊണ്ട് പല മനുഷ്യർ നിന്നെ പറ്റി പല വിധികൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം. Also, people might be judging you depending on your situation. പക്ഷേ കർത്താവ് പറയുന്നു നിന്റെ സാഹചര്യം ദൈവത്തിന് വിഷയമല്ല. But the Lord God is telling your situation is ഓ not റബദബ matter to me. ശംധന വൈഡഭാരകം തനേ രഗരഗടക കർത്താവേ ഞങ്ങൾ അമ്മയിൽ സമർപ്പിക്കുന്ന കർത്താവേ We submit ourselves to you. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി We കർത്താവേ. thank you, Lord, for your presence. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി We കർത്താവേ. thank you, Lord, for your presence. കർത്താവേ ഈ സഭയിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണം കർത്താവേ. Bless and pray for the blessing of each and every one who stood here. Lord. കർത്താവേ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ജീവിതം കാഴ്ചവെക്കാൻ ദൈവം സഹായിക്കണം Lord, കർത്താവേ. help each one of us to lead a life centered in Jesus Christ. Lord. കർത്താവ് വിവിധമായ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ട് ഓരോ വ്യക്തിയുടെ മേൽ അതേ ദൈവസാന്നിധ്യത്തിന്റെ മറവിൽ നിന്ന് കർത്താവെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ ദൈവം മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കുമാറാകണം ഞങ്ങൾ Lord, പ്രാർത്ഥിക്കുന്നു. help everybody who is listening to us through different media to live a life according to your will, O Lord, and please. കർത്താവെ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. Lord, I submit all of ourselves. ദൈവം ഞങ്ങളുടെ completely, പ്രാർത്ഥന Lord. യാചന കേട്ടവയ്ക്കായി സ്തോത്രം. Thank you, Lord, for hearing to my prayers. യേശുവിന്റെ നാമത്തിൽ തന്നെ In Jesus' name I pray. ആമേൻ Amen. Amen. ആമേൻ ആമേൻ. ആശീർവാദ ദൈവദാസം. ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവ് ദൈവസ്നേഹവും നമ്മെ ദിനംതോറും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടയും ഇന്നും ഇന്ന് വിശേഷ ലോകാന്ത്യം ഉണ്ടായിരിക്കുമാറാകട്ടെ. Amen. അർക്കപ്പെട്ട കുഞ്ഞാണ്ട് മൊത്തം ചെയ്യാം. Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.